പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദളിത് സാഹിത്യം എന്ന പരീക്ഷയുടെ 4ാമത്തെ വീഡിയോ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മളിന്ന് ജാതി വ്യവസ്ഥാ സിദ്ധാന്തങ്ങളാണ് നോക്കുന്നത്. ജാതി വ്യവസ്ഥാ സിദ്ധാന്തങ്ങൾ ജന്മനാൽ നിർണയിക്കപ്പെടുന്ന വർഗപരമായ വിഭജനമാണ് ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം ജന്മം കൊണ്ട് നിർണയിക്കുന്ന വർഗപരമായ വിഭജനമാണ്. ജന്മം കൊണ്ട് നിർണയിക്കപ്പെടുന്ന വർഗപരമായ വിഭജനമാണ് ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമായത്. ഇന്ത്യയിൽ ആര്യവൽക്കരണത്തിന് ശേഷം സ്ഥാപിതമായിട്ടുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി കർക്കശമായ ജാതി വ്യവസ്ഥ നിലവിൽ വന്നു. ജനനത്തെ സംബന്ധിച്ചുള്ള എന്ന അർത്ഥത്തിലാണ് ജാതി വ്യവഹരിച്ചു പോരുന്നത്. അപ്പം ജനനത്തെ സംബന്ധിച്ചുള്ളത് എന്ന അർത്ഥത്തിലാണ് ജാതി വ്യവഹരിച്ചു പോരുന്നത്. ജാതി വ്യവസ്ഥ രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആധുനിക സിദ്ധാന്തങ്ങൾ ചിന്തകർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന അനുമാനങ്ങൾ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ പരിശോധിക്കാം. പരമ്പരാഗത വംശീയ, രാഷ്ട്രീയ, തൊഴിൽ സിദ്ധാന്തങ്ങൾ ഇന്ത്യയിലെ ജാതിഘടന വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഒന്നാമത്തേത് പരമ്പരാഗത സിദ്ധാന്തങ്ങളാണ്. ജാതി വ്യവസ്ഥയുടെ ഉത്ഭവം ദൈവികമാണ് എന്ന് ഇവ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടാക്കിയതാണ് ജാതി വ്യവസ്ഥ എന്നാണ് ഇവർ പറയുന്നത്. 4 വർണ്ണങ്ങൾ ബ്രഹ്മശരീരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ജനിച്ചവരാണ് ബ്രാഹ്മണർ. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നു. അവർ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടുകയുണ്ടായി. ക്ഷത്രിയർ അഥവാ യോദ്ധാക്കളും രാജാക്കന്മാരും ബ്രഹ്മാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഉണ്ടായവരാണ്. ക്ഷത്രിയർ അഥവാ യോദ്ധാക്കളും രാജാക്കന്മാരും ബ്രഹ്മാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. വ്യാപാരികൾ അല്ലെങ്കിൽ വൈശ്യർ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് വൈശ്യർ അല്ലെങ്കിൽ വ്യാപാരികൾ. ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ഉദ്ഭവിച്ച ശൂദ്രർക്ക് വർണ്ണവ്യവസ്ഥയിലെ ഏറ്റവും താണ നിലയാണ് ഉണ്ടായത്. ശൂദ്രരാകട്ടെ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആയുധങ്ങൾ പ്രതിരോധത്തെ പ്രതിനിധീകരിക്കുന്നു. തുടകൾ കൃഷിയെയോ വാണിജ്യത്തെയോ പ്രതിനിധീകരിക്കുന്നു. പാദങ്ങൾ ശരീരത്തിൻ്റെ ആകെയുള്ള പിന്തുണയെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ശൂദ്രരുടെ ദൗത്യം മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ്. അവർ പറയുന്നു ശൂദ്രർ മറ്റുള്ളവരെ സേവിക്കേണ്ടവരാണ്. അപ്പോൾ 4 വർണ്ണങ്ങൾക്കിടയിലുള്ള സമ്മിശ്രം മൂലം പിന്നീട് പല ഉപജാതികൾ രൂപപ്പെടുകയുണ്ടായി. ഈ വീക്ഷണത്തിൻ്റെ വക്താക്കൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം, മനുസ്മൃതി, മറ്റ് ഗ്രന്ഥങ്ങൾ എന്നിവ സമർത്ഥമായി ഉപയോഗിക്കുകയുണ്ടായി. രണ്ടാമത്തേത് വംശീയ സിദ്ധാന്തങ്ങളാണ്. സംസ്കൃതത്തിൽ ജാതി എന്ന പദം വർണ്ണമാണ്. സംസ്കൃതത്തിൽ ജാതി എന്ന പദം വർണ്ണമാണ്, അതായത് നിറം. ചാതുർവർണ്ണ്യ സമ്പ്രദായം ഇന്ത്യയിൽ
സമൂഹത്തിൻ്റെ ജാതി വർഗീകരണത്തിന് കാരണമായിട്ടുണ്ട്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ 4ആയി വിഭജിച്ചു. ഋഗ്വേദ സാഹിത്യം ആര്യനല്ലാത്തവൻ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ത്വക്കിൻ്റെ നിറം മാത്രമല്ല, ഭാഷ, മതപരമായ ആചാരങ്ങൾ, ശാരീരിക സവിശേഷതകൾ എന്നിവക്ക് പ്രാധാന്യം കൈവരുന്നു. ത്വക്കിൻ്റെ നിറം മാത്രമല്ല, ഭാഷ, മതപരമായ ആചാരങ്ങൾ, ശാരീരിക സവിശേഷതകൾ എന്നിവയ്ക്കും പ്രാധാന്യം കൈവന്നു. വൈദിക കാലഘട്ടത്തിൽ വർണ്ണസമ്പ്രദായം പ്രാഥമികമായി അധ്വാനത്തിൻ്റെയും തൊഴിലിൻ്റെയും വിഭജനത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. വൈദിക കാലഘട്ടത്തിൽ വർണ്ണസമ്പ്രദായം പ്രാഥമികമായി അധ്വാനത്തിൻ്റെയും തൊഴിലിൻ്റെയും വിഭജനത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. ഋഗ്വേദത്തിൽ ബ്രഹ്മ, ക്ഷത്ര, വിസ് എന്നീ 3 വിഭാഗങ്ങളെ നിരന്തരം പരാമർശിക്കുന്നുണ്ട്. ബ്രഹ്മാവും ക്ഷത്രവും യഥാക്രമം കവി, പുരോഹിതൻ, യോദ്ധ, മുഖ്യൻ എന്നിവയ്ക്കായി നിലകൊണ്ടു. വിസ് എല്ലാ സാധാരണ ആളുകളും ഉൾപ്പെടുന്നു. വിസ് എന്നത് എല്ലാ സാധാരണക്കാരും ഉൾപ്പെടുന്ന ഒന്നായിരുന്നു. ഋഗ്വേദത്തിൽ 4ാമത്തെ ജാതിയുടെ പേര് ശൂദ്രൻ. വീട്ടുജോലിക്കാരായിരുന്നു ശൂദ്രവർഗം. ഈ 4 വിഭാഗങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 3ാമത്തേത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ്. ഈ വിശ്വാസമനുസരിച്ച് ബ്രാഹ്മണർ സാമൂഹിക ശ്രേണിയിലെ ഉന്നതിയിലേക്ക് തങ്ങളെ തന്നെ ഉയർത്തുന്നതായി ജാതി വ്യവസ്ഥ ആവിഷ്കരിച്ചു. തങ്ങളെ തന്നെ ബ്രാഹ്മണർ ഏറ്റവും മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ തന്നെയാണ് ഇതുണ്ടാക്കിയത്. ഇൻഡോ ആര്യൻ നാഗരികതയുടെ ഉൽപ്പന്നമാണ് ബ്രാഹ്മണ ജാതി. ഇൻഡോ ആര്യൻ നാഗരികതയുടെ ഉൽപ്പന്നമായിരുന്നു. അത് ഗംഗാ മേഖലയിൽ ജനിക്കുകയും പിന്നീട് ഇന്ത്യയിലാകമാനം വ്യാപിക്കുന്നത്. ഇപ്പോൾ ഗംഗാതടത്തിലാണ് ഇത് ഉണ്ടായത്, പിന്നീട് ഇന്ത്യയിലേക്ക് മുഴുവൻ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പ്രീതി നേടാൻ വേണ്ടി പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതർ വഴി രാജാവിൻ്റെ ആത്മീയ യോഗ്യത എന്ന ആശയം ബ്രാഹ്മണർ അവതരിപ്പിച്ചു. ഇക്കാരണത്താൽ പുരോഹിതൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് രാജകാര്യങ്ങളും അനുഷ്ഠാനങ്ങളും രാജാക്കന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ പുരോഹിതൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് രാജകാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം രാജാക്കന്മാർ ചെയ്തിരുന്നത്. 4ാമത്തേത് തൊഴിൽ സിദ്ധാന്തങ്ങളാണ്. ജാതിക്രമം തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ജാതി ഉണ്ടായത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് സംഘകാലത്ത് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. സംഘകാലത്ത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നത്. ആര്യവൽക്കരണത്തോടുകൂടി പുരോഹിത വർഗം ഉയർന്ന ജാതിയായിട്ട് മാറുന്നു. ആര്യന്മാരുടെ വരവോടുകൂടി പുരോഹിതന്മാർ ഏറ്റവും മുകളിലേക്ക് വളരുകയാണ്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ മ്ലേച്ഛരായി മാറുന്നു. എന്നാൽ കാർഷിക പണികളിൽ ഏർപ്പെട്ടിരുന്നവർ ഏറ്റവും താഴെക്കടിയിലേക്ക് മാറുന്നു. തുകൽ പണിക്കാർ, പാത്രം നിർമ്മിക്കുന്നവർ, അലക്കുകാർ, ക്ഷൗരം ചെയ്യുന്നവർ എന്നിങ്ങനെ ധാരാളം ഉപജാതികളും ജാതി വിഭജനത്തിൽ വന്നു ചേർന്നു. ജന്മം കൊണ്ടാണ് ഒരാൾ അയാളുടെ ജാതിയെ നിശ്ചയിക്കുന്നത്. കുലത്തൊഴിൽ എന്ന നിലയിൽ തലമുറകൾ ഒരേ തൊഴിൽ ചെയ്യുന്നു. കുലത്തൊഴിലായിട്ട് ഒരേ ജാതിയിൽ ഒരേ തൊഴിൽ തന്നെ കുറേ കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ സ്വന്തം ജാതിയിലോ ഉപജാതിയിലോ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് വ്യവസ്ഥയെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ജാതി മാറാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ ജാതിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെല്ലാം പിന്നീട് വന്നു ചേർന്നവയാണ്. അയ്യൻകാളി അധ്വാനിക്കുന്ന അധകൃത ജനവിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിതാവസാനം വരെ അടിപതറാതെ പോരാടിയ മഹാത്മാവാണ് അയ്യൻകാളി. അധ്വാനിക്കുന്ന അധകൃത ജനവിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കു വേണ്ടി ജീവിതാവസാനം വരെ അടിപതറാതെ പോരാടിയ മഹാത്മാവ്. നിഷേധിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കുവാനായി സ്വന്തം ജനതയെ അദ്ദേഹം സംഘടിപ്പിക്കുകയും ബോധവാന്മാരാക്കുകയും ചെയ്തു. ആശയങ്ങൾ കൊണ്ടു മാത്രമല്ല, ഏറ്റുമുട്ടലുകളുടെ ഒരു നീണ്ട ചരിത്രം കൂടി സൃഷ്ടിച്ചാണ് അയ്യങ്കാളി നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. രക്തരൂഷിതമായിരുന്നു പലപ്പോഴും ആ ഏറ്റുമുട്ടൽ. അധകൃത ജനവിഭാഗത്തിന് വിദ്യ അഭ്യസിക്കുന്നതിനായി, പൊതുവഴികളിൽ കൂടി സഞ്ചരിക്കുന്നതിനായി, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനായി അദ്ദേഹം സമരങ്ങൾ നടത്തി. ആ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ പൊതുവഴികളിൽ നടന്നു പോവാനോ ഒന്നും അധകൃത ജനവിഭാഗത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയാണ് അദ്ദേഹം പൊരുതിയത്. മൃഗസമാനമായിരുന്നു അധകൃത
ജനവിഭാഗങ്ങളുടെ ജീവിതം. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി 1893 നടത്തിയ വില്ലുവണ്ടി സമരം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ്. 1893 അയ്യൻകാളി വില്ലുവണ്ടി സമരം നടത്തുന്നത്. അത് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതായിരുന്നു. മൃഗസമാനമായിരുന്ന അവരുടെ ജീവിതം, അതിൽ നിന്ന് കരകയറി തൻ്റെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അയ്യൻകാളി ശ്രമിച്ചത്. ഈ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു. എതിർപ്പുകളെ വകവയ്ക്കാതെ നടത്തിയ ആ ധീരയാത്ര ദളിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യ ചുവടുവെപ്പായിരുന്നു. അവകാശങ്ങൾക്കു വേണ്ടി നാടുനീളെ സഞ്ചരിച്ച് ധാരാളം യാതനകൾ അദ്ദേഹം ഏറ്റുവാങ്ങി. ജനങ്ങളെ ബോധവൽക്കരിക്കാനായി പ്രഭാഷണങ്ങൾ നടത്തി. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇനി പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനതയുടെ ഉന്നമനം സാധ്യമാകൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നേടിയെടുത്തെങ്കിലും അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകൾ സവർണർ തീവച്ച് നശിപ്പിച്ചു. കഴക്കൂട്ടം, ചെന്നിത്തല, കണിയാപുരം, ബാലരാമപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദളിത് വിദ്യാലയങ്ങളിൽ ചെന്ന് വിദ്യാർത്ഥികളെ അവർ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. കുറച്ച് വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അവിടെയെല്ലാം ചെന്ന് സവർണർ സമരം ചെയ്യുകയും മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കഴക്കൂട്ടം, ചെന്നിത്തല, കണിയാപുരം, ബാലരാമപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ദളിത് വിദ്യാർത്ഥികളെ അവർ മർദ്ദിച്ചത്. പുലയ പെൺകുട്ടികൾക്കുള്ള പള്ളിക്കൂടം സവർണർ ആക്രമിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായ ജനവിഭാഗത്തെ ഒരു സംഘടിത ശക്തിയായി നിലനിർത്താൻ ഒരു സംഘടന ആവശ്യമാണെന്ന ചിന്തയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാക്കിയത്. അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘമായിരുന്നു സാധുജന പരിപാലന സംഘം എന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിന് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാലയ പ്രവേശനം, ആചാര പരിഷ്കരണം, ശുചിത്വം, സന്മാർഗബോധം, പരസ്പര സ്നേഹം, ബഹുമാനം തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാലയ പ്രവേശനം, ആചാര പരിഷ്കരണം, ശുചിത്വം, സന്മാർഗബോധം, പരസ്പര സ്നേഹം, ബഹുമാനം തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. 1907 സാധുജന പരിപാലന സംഘം വിപുലപ്പെടുത്തിയത്. അധസ്ഥിത സമുദായങ്ങൾ അനുഭവിച്ചിരുന്ന അനീതിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. പ്രാകൃതമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അപരിഷ്കൃതമായ വേഷഭൂഷാദികളും ഉപേക്ഷിക്കാൻ അയ്യൻകാളി ജനങ്ങളെ ഉപദേശിച്ചു. പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അപരിഷ്കൃതമായ വേഷഭൂഷാദികളും ഉപേക്ഷിക്കാൻ സ്വന്തം ജനങ്ങളോട് അദ്ദേഹം ഉപദേശിച്ചു. കല്ലുമാല പോലുള്ള പ്രാകൃത ആഭരണങ്ങൾ ഉപേക്ഷിക്കാനും അതിനുവേണ്ടി കല്ലുമാല സമരമാണ് നടത്തുന്നത്. പരിഷ്കൃത വേഷങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത സംഭവങ്ങളാണ്. കാർഷിക ജോലി ബഹിഷ്കരണങ്ങൾ നടപ്പിലാക്കിയ അയ്യൻകാളി ദളിത് വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതുവരെ 1 വർഷത്തിൽ കൂടുതൽ കാലം സവർണരുടെ പാടത്ത് പണിയെടുക്കാതെ സമരം ചെയ്യുകയുണ്ടായി. സവർണർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും സമരം വിജയിക്കുകയും ചെയ്തു. 1914 ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായി. 1914 അയ്യൻകാളിയെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കുകയുണ്ടായി. അയ്യൻകാളിയുടെ ശ്രമഫലമായി കൂടുതൽ താഴ്ന്ന വർഗക്കാരെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അയ്യൻകാളിയെ സന്ദർശിക്കാൻ 1937 മഹാത്മാഗാന്ധി വെങ്ങാനൂരിൽ എത്തുകയും ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പുലയ രാജാവ് എന്നാണ് ഗാന്ധിജി അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത്. മഹാത്മാ അയ്യൻകാളി എന്നാണ് നമ്മൾ അയ്യൻകാളിയെ വിളിക്കാറുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും നിയമസഭാ പ്രാതിനിധ്യത്തിലും ആനുപാതിക വ്യവസ്ഥ
അനുവദിപ്പിക്കുന്നതിലും അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ വിജയിച്ചു. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ പലതും വിജയം കൊണ്ടു എന്ന് പറയാം. അത് ഉദ്യോഗസ്ഥ നിയമനത്തിന്, നിയമസഭാ പ്രാതിനിധ്യത്തിന്, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിലുമെല്ലാം അയ്യങ്കാളി വിജയിച്ചു. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഒരു നേതാവായിരുന്നു അയ്യങ്കാളി. അധസ്ഥിത വർഗത്തിൻ്റെ ഉയർച്ച സാധ്യമായത് അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ മൂലമാണ്. ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, സവർണാധിപത്യം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പോരാടിയ കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ വക്താവായിരുന്നു നാരായണ ഗുരു. പിന്നാക്ക സമുദായ ഉന്നമനത്തിന് ചെലുത്തിയ സ്വാധീന ശക്തി കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് വളരെയധികം നിർണായകമായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മുദ്രാവാക്യത്തിലൂടെ മനുഷ്യ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മുദ്രാവാക്യത്തിലൂടെ മനുഷ്യ സാഹോദര്യം ആണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഗുരു 1888 ഒരു ശിവരാത്രി ദിവസം അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചത്. കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഒരു പുതുയുഗപ്പിറവിയായിരുന്നു ഈ സംഭവം. ബ്രാഹ്മണ മേധാവിത്യം നിലനിന്നിരുന്ന ഒരു കാലത്ത് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അധസ്ഥിതന് പ്രതിഷ്ഠ നടത്താനുള്ള അവകാശത്തെ ചോദ്യം ചെയ്ത ബ്രാഹ്മണ പൗരോഹിത്യത്തിനെതിരെയുള്ള ഒരു മറുപടിയായിരുന്നു ഇത്. ജാതീയമായ അനാചാരങ്ങൾ ഏറ്റവും പ്രകടമായിരുന്ന കാലത്താണ് ഇത്രമാത്രം വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഗുരു നടത്തിയത്. അയിത്തത്തിനെതിരെയായിരുന്നു ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ. സാമൂഹിക സാമുദായിക പരിഷ്കരണം ലക്ഷ്യമാക്കി 1903 അദ്ദേഹം SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. 1903 SNDP സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അനാചാരങ്ങളെ ഇല്ലാതെയാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരു ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്, ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കണം, അവർക്ക് അറിവുണ്ടാകട്ടെ, അതുതന്നെയാണ് അവരെ നന്നാക്കാനുള്ള മരുന്നെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനി ക്ഷേത്ര നിർമ്മാണം വേണ്ട, മറിച്ച് വിദ്യാലയങ്ങളാണ് വേണ്ടത്, വിദ്യാലയങ്ങളിലൂടെ അറിവ് നേടി ജനങ്ങൾ പ്രബുദ്ധരാകട്ടെ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഈ സന്ദേശം ഉൾക്കൊണ്ടാണ് SN ട്രസ്റ്റ് രൂപീകരിച്ചത്. അതിനു കീഴിൽ ധാരാളം സ്കൂളുകളും കോളേജുകളും ആരംഭിക്കുകയും ചെയ്തു. മൃഗബലി പോലുള്ള അനാചാരങ്ങളെ അദ്ദേഹം എതിർത്തു. താലികെട്ട്, കല്യാണം, തിരണ്ട് കുളി തുടങ്ങിയ സാമൂഹിക ആചാരങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. 1924 കേരളത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചുകൂട്ടിയത് ഗുരുവായിരുന്നു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, സംഘടിച്ച് ശക്തരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെയുള്ള ഗുരുവചനങ്ങൾ നിരവധി സാമൂഹിക പരിവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുകയുണ്ടായി. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലായി അനവധി ഗദ്യ പദ്യകൃതികൾ നാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. സഹോദരൻ K. അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആശയത്തെ സ്വീകരിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് സഹോദരൻ K. അയ്യപ്പൻ. ജാതി നശീകരണം പ്രായോഗികമാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തങ്ങളെക്കാൾ താഴ്ന്ന സമുദായങ്ങൾക്ക് തുല്യ പദവി നൽകുകയാണ് അതിന് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജാതി നശിക്കാൻ തങ്ങളെക്കാൾ താഴെയുള്ള സമുദായങ്ങൾക്ക് തുല്യ പദവി നൽകിയാൽ മാത്രമാണ് ജാതി നശിക്കൂവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമായിരുന്നു എല്ലാ ജാതിക്കാരുടെയും കൂടെയുള്ള മിശ്രഭോജനം. അതിനുവേണ്ടി അദ്ദേഹം മിശ്രഭോജനം, എല്ലാ ജാതിക്കാരും
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് മിശ്രഭോജനം. 1917 ചെറായിൽ വെച്ച് അദ്ദേഹം ഒരു മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇതിന് ഈഴവരിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. പുലയൻ അയ്യപ്പൻ എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് ഈ സംഭവം കാരണമായി. 1917 ചെറായിൽ വെച്ച് ഒരു മിശ്രഭോജനം സംഘടിപ്പിച്ചു. അതിനെ തുടർന്ന് ഈഴവർ തന്നെ അദ്ദേഹത്തെ എതിർക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്ന് ആളുകൾ വിളിക്കാൻ തുടങ്ങി. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1907 സഹോദര സംഘം സ്ഥാപിച്ചു. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സംഘത്തിൻ്റെ ലക്ഷ്യം. 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സഹോദരൻ അയ്യപ്പൻ എന്ന പേര് ലഭിക്കുന്നത് ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. സഹോദരൻ എന്ന മാസികയും വേലക്കാരൻ എന്ന പത്രവും പ്രസിദ്ധീകരിച്ചു. സഹോദരൻ എന്ന മാസിക, വേലക്കാരൻ എന്ന പത്രവും പ്രസിദ്ധീകരിച്ചു. 1928 നിയമസഭാ അംഗമായി. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നിയമ ഭേദഗതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ സമുദായക്കാരും സമന്മാരാണെന്നും ജീവിക്കുവാനും വളരുവാനും ഐശ്വര്യങ്ങൾ നേടാനുമുള്ള അവകാശം എല്ലാ സമുദായ അംഗങ്ങൾക്കും ഉണ്ടെന്നും അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ സമുദായക്കാരും സമന്മാരാണെന്നും ജീവിക്കുവാനും വളരുവാനും ഐശ്വര്യങ്ങൾ നേടാനുമുള്ള അവകാശം എല്ലാ സമുദായ അംഗങ്ങൾക്കും ഉണ്ടെന്നും സഹോദരൻ അയ്യപ്പൻ പഠിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. ജാതിക്കെതിരെയും മത മേധാവിത്വത്തിനെതിരെയുമുള്ള പോരാട്ടങ്ങളാണ് ഇദ്ദേഹം നടത്തിയത്. ഗാന്ധിയൻ ദർശനങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളിൽ സാമുദായിക ഐക്യത്തിനും സാമ്പത്തിക സമത്വത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത്. 1924 വൈക്കം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1924 വൈക്കം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നിരന്തരം പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടു. ദ്രാവിഡ കഴകം എന്ന സംഘടന രൂപീകരിച്ചു. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തു. ദ്രാവിഡ ജനതയുടെ ഭാഷയ്ക്കും സ്വത്വത്തിനും വേണ്ടിയുള്ള ഒന്നായിരുന്നു ദ്രാവിഡ കഴകം. ദ്രാവിഡ ജനതയുടെ ഭാഷയ്ക്കും സ്വത്വത്തിനും വേണ്ടിയുള്ള ദ്രാവിഡ കഴകത്തിൻ്റെ പ്രമുഖനായ നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനായിരുന്നു EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തെ മുതിർന്നയാൾ എന്ന അർത്ഥത്തിൽ പെരിയാർ എന്നാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത്. പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂറിൽ ചേരമർ മഹാസഭ സ്ഥാപിച്ചു. 1921 അദ്ദേഹം ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്നതാണ് ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. സാധു ജനദൂതൻ എന്ന മാസിക ആരംഭിച്ചു. സാധു ജനദൂതൻ എന്ന് പറയുന്ന മാസിക ആരംഭിച്ചു. 1981 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയിട്ടുണ്ട്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും അന്ന് നിലനിന്നിരുന്ന ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി അവരെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് വേണ്ടി പാമ്പാടി ജോസഫ് 1921 ചേരമർ മഹാസഭ രൂപീകരിക്കുന്നത്. ദളിതരെ സമവീര്യമുള്ളവരാക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. പണ്ഡിറ്റ് KP കറുപ്പൻ കേരളീയ നവോത്ഥാന ശ്രമങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും പാത പിന്തുടരുന്ന സാമൂഹിക പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിതൻ എന്നർത്ഥമുള്ള കറുപ്പൻ എന്ന പേര് ഒരു സിദ്ധനിൽ നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. ധീവര സമുദായത്തിൻ്റെയും മറ്റു പിന്നാക്ക വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്.
പുലയ സമുദായ അംഗങ്ങൾ യോഗം ചേരാൻ അനുമതി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വള്ളങ്ങൾ കൂട്ടിക്കെട്ടി സമ്മേളന വേദിയൊരുക്കി. ഇത് ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനമെന്ന് അറിയപ്പെടുന്നു. കായൽ സമ്മേളനം നടത്തിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാഹിത്യ രചനകളിലൂടെയാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ജനങ്ങളെ അറിയിച്ചത്. ജാതിവിരുദ്ധ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 15ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 20-ാം വയസ്സിൽ എഴുതിയ ജാതിക്കുമ്മിയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജാതിക്കുമ്മി. ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതിക്കുമ്മി എഴുതിയത്. അവർണ ജനവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരം ഈ കൃതി നേടുകയുണ്ടായി. ജാതിക്കുമ്മി അവർണ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരം നേടി. ജാതിയുടെ നിരർത്ഥകത ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കാവ്യം. ജാതിയുടെ നിരർത്ഥകത ചൂണ്ടിക്കാണിക്കുന്നു. ഉദ്യാന വിരുന്ന്, ബാലകലേശം, നാടകം തുടങ്ങിയ കൃതികൾ അയിത്തത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളായിരുന്നു. ഉദ്യാന വിരുന്നും ബാലകലേശം നാടകവും അയിത്തത്തിനെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു. സാമൂഹ്യമായി കിട്ടുറപ്പില്ലാതിരുന്ന അരയ ധീവര സമുദായങ്ങളെ സംഘടിപ്പിച്ച് ശക്തിപ്പെടുത്താനും അവരുടെ അഭിമാനം വളർത്താനും വേണ്ടിയാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത്. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും സമുദായോദ്ധാരണ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിനു വേണ്ടി അരയ വംശോദ്ധാരണി എന്ന പേരിലൊരു കേന്ദ്ര സംഘടന രൂപീകരിച്ചു. അരയ വംശോദ്ധാരണി. ധീവര സമുദായത്തിന് പുറമെ പുലയ സമുദായത്തിനകത്തും സാമുദായികമായുള്ള നവോത്ഥാനത്തിന് അദ്ദേഹം ശ്രമിച്ചു. കവി തിലകൻ, വിദ്വാൻ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കവി തിലകൻ, വിദ്വാൻ എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം. കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പിന്തുണയോടെ അയിത്തോച്ചാരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ സമരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. 1931 വടകരയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം അവർണർക്ക് എല്ലാ ക്ഷേത്രങ്ങളും തുറന്നുകൊടുക്കണം, അതിനായി കോൺഗ്രസ് പ്രവർത്തകർ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്നുമുള്ള പ്രമേയം പാസാക്കി. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിരുന്ന സാമൂതിരി ക്ഷേത്രപ്രവേശനത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. K. കേളപ്പൻ, P. കൃഷ്ണപിള്ള, AKG, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവർ സമരത്തിന് നേതൃത്വം കൊടുത്തു. ക്ഷേത്രപ്രവേശനത്തിന് എതിരായ നിലപാടായിരുന്നു സാമൂതിരിയുടേത്. K. കേളപ്പൻ, P. കൃഷ്ണപിള്ള, AKG, മന്നത്ത് പത്മനാഭൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയവർ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സംഘടിതരാവുകയും ബലപ്രയോഗത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് K. കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. മദ്രാശി സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിച്ചു. ഉടനടി തുറന്നു കൊടുത്തില്ല എങ്കിലും 1936 തിരുച്ചിത്ര തിരുനാളിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് കാരണമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹം. 1924 600 ദിവസത്തിലധികമായി നീണ്ടുനിന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 1924 ഇത് ആരംഭിച്ചത്. അന്ന് നിലനിന്നിരുന്ന അയിത്തം എന്ന ദുരാചാരത്തിനെതിരെ കേരളത്തിൽ നടന്ന ഐതിഹാസികമായ ഒരു സമരമായിരുന്നു ഇത്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുനിരത്തിൽ കൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ ഹിന്ദുക്കൾക്കും ഈ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുനിരത്തുകൾ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ഈ സമരം. യാഥാസ്ഥിതികരുടെ എതിർപ്പിനെ മറികടന്ന് അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഒരു ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു. അവർണ ജനവിഭാഗങ്ങൾക്ക് ഉള്ള അധികാരങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം നടന്നത്. KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, K. കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, TK മാധവൻ എന്നിവരാണ് നേതൃത്വം കൊടുത്തത്. KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, K. കേളപ്പൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, TK മാധവൻ. ഗാന്ധിജിയുടെ അനുവാദത്തോടു കൂടിയായിരുന്നു സമരം നടത്തിയത്.
20 മാസം നീണ്ടുനിന്ന സത്യാഗ്രഹത്തിൽ പലതരത്തിലുള്ള മർദ്ദനങ്ങൾക്കും സത്യാഗ്രഹികൾ വിധേയരായി. 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുകയും വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ ജാതിഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും സഞ്ചരിക്കാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്തു. ദളിത് പദനിഷ്പത്തി. അധസ്ഥിത വർഗം എന്ന പരികൽപ്പനയ്ക്ക് പകരം ഇന്ന് ഇന്ത്യയിലെല്ലാം പ്രചാരമുള്ള ഒരു പദമാണ് ദളിത് എന്നത്. പണ്ട് തന്നെ നിഘണ്ടുവിൽ ഈ പദപ്രയോഗം ഉണ്ടെങ്കിലും ഒരു ജനതയെ കുറിക്കാനായി വ്യാപകമായ അർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ്. ദൽ എന്ന ധാതുവിൽ നിന്നാണ് ഈ പദത്തിൻ്റെ ഉൽപ്പത്തി. ദൽ എന്ന ധാതുവിൽ നിന്നാണ് ഈ പദത്തിൻ്റെ ഉൽപ്പത്തി. ഇതിൽ നിന്നാണ് ദലം എന്ന പദം ഉണ്ടായത്. അപ്പം ദൽ എന്ന ധാതുവിൽ നിന്നാണ് പദം ഉണ്ടായിട്ടുള്ളത്. ദലിൽ നിന്നാണ് ദലം എന്ന പദം ഉണ്ടായത്. ദലത്തിൽ നിന്നാണ് ദലിതം, ദലനം എന്നീ പദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറ്റെന്തിലോ ദലനം ചെയ്യപ്പെടുന്നതാണ് ദലിതം. മറ്റെന്തിലോ ദലനം ചെയ്യപ്പെടുന്നതാണ് ദലിതം. ഒരു വാക്ക് അത് ഒരു ജനതയെ പ്രതിദാനം ചെയ്യുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്ന് മുറിച്ച് തള്ളപ്പെട്ടവർ അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെട്ടവർ എന്ന അർത്ഥം നിഷ്പ്രയാസം ലഭിക്കുന്നു. ഏതോ വാക്കാണത്? ദളിത് എന്ന വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വാക്ക് ഒരു ജനതയെ പ്രതിദാനം ചെയ്യുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്ന് മുറിച്ചു തള്ളപ്പെട്ടവർ അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെട്ടവർ എന്ന അർത്ഥം നിഷ്പ്രയാസം ലഭിക്കുന്നു എന്ന് കവിയൂർ മുരളി ദളിത് ഭാഷ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദളിതൻ എന്ന പദത്തിന് സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവൻ എന്നാണ് അർത്ഥം. സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവനാണ് ദളിതൻ. മനുഷ്യ സമൂഹത്തെ കുറിക്കാൻ ദളിത് എന്ന പദം പ്രയോഗിക്കുമ്പോൾ ഇതര സമൂഹത്തിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ടത് അഥവാ വിവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ നിന്ന് കീറി മുറിച്ചു മാറ്റി പുറന്തള്ളപ്പെട്ടവർ എന്ന് തന്നെയാണ് വിവക്ഷ. വിവിധ കാരണങ്ങളാൽ ഇതര സമൂഹത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടത്, സമൂഹത്തിൽ നിന്ന് കീറി മുറിച്ചു മാറ്റി പുറന്തള്ളപ്പെട്ടവർ എന്നെല്ലാമാണ് ദളിത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ നൂറ്റാണ്ടുകളോളം അടിമത്തത്തിനും അടിച്ചമർത്തപ്പെടലിനും വിധേയരായ ജനങ്ങളെ കുറിക്കാൻ പര്യാപ്തമായ പദം തന്നെയാണ് ദളിത് എന്നത്. ദളിത് പാന്തർ പ്രസ്ഥാനം ഡോക്ടർ BR അംബേദ്കറുടെ പ്രായോഗികവും പ്രത്യയശാസ്ത്രപരവുമായ ഇടപെടലുകളാണ് ഇന്ത്യയിൽ ദളിത് മുന്നേറ്റങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചത്. ഡോക്ടർ അംബേദ്കറുടെ പ്രായോഗികവും പ്രത്യയശാസ്ത്രപരവുമായ ഇടപെടലുകളാണ് ഇന്ത്യയിൽ ദളിത് മുന്നേറ്റങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചത്. സൂക്ഷ്മമായ അപഗ്രഥനത്തിലൂടെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയുടെ അതീശ സ്വഭാവങ്ങളെ അദ്ദേഹം വിശകലനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ സാമൂഹിക രാഷ്ട്രീയ പാഠങ്ങളെ നിർദ്ധാരണം ചെയ്യുവാൻ ഒട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. നിരവധി പാശ്ചാത്യ ഗവേഷകരെ പോലും ഗൗരവമായി സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് അംബേദ്കറുടെ വിസ്തൃതമായ പ്രവർത്തന മണ്ഡലം. വിമോചിത ആശയങ്ങൾ ഉള്ളടങ്ങിയ ഇന്ത്യയിലെ ദളിത് പാന്തർ പ്രസ്ഥാനം അമേരിക്കയിലെ ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്ക് ആശയപരമായ അടിത്തറ നൽകിയത് അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പങ്ങളായിരുന്നു. അമേരിക്കയിലെ ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനത്തിൻ്റെ പ്രചോദനം ഉണ്ടെങ്കിൽ പോലും അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പങ്ങളാണ് ഇതിൻ്റെ ആശയപരമായിട്ടുള്ള അടിത്തറ ഇട്ടത്. അതിൻ്റെ വികസിതമായ അന്വേഷണങ്ങളും പ്രായോഗിക രൂപങ്ങളുമാണ് നവീന ദളിത് പഠനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. പരിവർത്തനങ്ങളുടെ വിശാല ഭൂതകാലം ദളിതരുടെ സ്വത്വരൂപീകരണത്തിന് പിന്നിലുണ്ടെന്ന വസ്തുതയാണ്. എങ്കിലും കണിശമായ ആശയ വ്യവസ്ഥയോ പ്രായോഗിക മണ്ഡലമോ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് നവീന ദളിത് അവബോധം. ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടു, ആരൊക്കെ പുറന്തള്ളപ്പെട്ടു എന്നത് എക്കാലത്തെയും തർക്ക വിഷയങ്ങളാണ്. നാം ദേവ് ധസൽ, രാജാ ധാലെ എന്നീ 2 എഴുത്തുകാരാണ് 1972 ഏപ്രിൽ മാസത്തിൽ ദളിത് പാന്തേഴ്സിന് അടിത്തറയിട്ടത്. മഹാരാഷ്ട്രയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും
ദളിത് ചൂഷണത്തിനും അപമാനത്തിനും വിധേയമാകുന്ന സാഹചര്യങ്ങൾ ക്രമാതീതമായി ഉയർന്നു വന്നപ്പോഴാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത്. മഹാരാഷ്ട്രയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ദളിതർ ചൂഷണത്തിനും അപമാനത്തിനും വിധേയമാകുന്ന സാഹചര്യങ്ങൾ ക്രമാതീതമായി ഉയർന്നു വന്നപ്പോഴാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത്. സാഹിത്യം, എഴുത്ത് എന്നിവ ചില സംഘടിത പ്രവർത്തനങ്ങളിലൂടെ വിമോചന ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന കാഴ്ചയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് പിന്നിലുണ്ടായത്. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജനകീയ വിദ്യാഭ്യാസ സമിതി ദളിതർക്കിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ചു. 1945 ബോംബെയിൽ സിദ്ധാർത്ഥ കോളേജ് സ്ഥാപിച്ചതോടെ ജ്ഞാനാർജനത്തിനുള്ള സാധ്യതകൾ ദളിതർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. 1950 ഈ കോളേജിൽ നിന്നും പുറത്തു വന്ന ദളിത് ബിരുദധാരികളാണ് സിദ്ധാർത്ഥ സാഹിത്യ സംഘം സ്ഥാപിച്ചത്. മറ്റൊരു ചോദ്യം, ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവല്ല? വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്നത് പ്രശസ്ത ദളിത് ചിന്തകനും സാമൂഹിക പ്രവർത്തകനുമായ കാഞ്ച എല്ലയ്യയുടെ വിഖ്യാതമായ പുസ്തകമാണ്. 1996 ഇംഗ്ലീഷിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിലെ ദളിത് ബഹുജൻ ചിന്താധാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവല്ല എന്നത്. ഈ പുസ്തകത്തിന് പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതൊരു ആത്മകഥാപരമായിട്ടുള്ള അപഗ്രഥനമാണ്. താൻ വളർന്നു വന്ന കുറുമ, ഇതൊരു ആട് വളർത്തുന്ന ജാതിയാണ്, ആ സമുദായത്തിലെ ജീവിത അനുഭവങ്ങളെ ആസ്പദമാക്കിയാണ് കാഞ്ച എല്ലയ്യ ഇതിൽ സംസാരിക്കുന്നത്. താൻ വളർന്നു വന്ന കുറുമ എന്ന സമുദായത്തിലെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. ബ്രാഹ്മണിക്കൽ ഹൈന്ദവ സംസ്കാരവും ദളിത് ബഹുജൻ ഉൽപാദന സംസ്കാരവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രാഹ്മണിക്കൽ ഹൈന്ദവ സംസ്കാരവും ദളിത് ബഹുജൻ ഉൽപാദന സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു. ഉൽപാദനത്തിലും അധ്വാനത്തിലും അധിഷ്ഠിതമായ ദളിത് ജീവിത രീതി പരമ്പരാഗത ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. വൻകിട ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരല്ല, മറിച്ച് തങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രാമദേവതകളെയാണ് ദളിത് ബഹുജനങ്ങൾ ആരാധിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദു എന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് പ്രധാനമായും ബ്രാഹ്മണ മേധാവിത്വ സംസ്കാരമാണെന്നും അതിൽ ദളിത് ബഹുജൻ ജനവിഭാഗങ്ങൾക്ക് തുല്യതയോ അംഗീകാരമോ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ജാതി വ്യവസ്ഥയെയും ഹൈന്ദവ ദേശീയതയെയും കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴി തുറന്ന ഒരു മികച്ച ദളിത് സാഹിത്യ രചനയാണ് ഈ കൃതി. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും